സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ കഴിഞ്ഞ 3 വീഡിയോ ആയിട്ട് ദാവൂദിൻ്റെയും MCA നാസറിൻ്റെയും അഭിപ്രായങ്ങളിലുള്ള വ്യത്യാസം എങ്ങനെ വന്നതാണെന്നും അത് യഥാർത്ഥത്തിൽ അവരുടെ സ്വാഭാവികമായ അവരുടെ മാത്രം പ്രതികരണമല്ല എന്നും അതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായ വളരെ വലിയ ഒരു പ്രക്രിയയുടെ ഭാഗമാണെന്നും എങ്ങനെയാണ് ഈ മതതീവ്രവാദം ഉണ്ടായതെന്നും അതിൻ്റെ പല പല ശാഖകളിൽ ഈ മതതീവ്രവാദത്തെ മതവിശ്വാസത്തെ എങ്ങനെയാണ് മുതലാളിത്തം അല്ലെങ്കിൽ സാമ്രാജ്യത്വം ഉപയോഗിച്ചതെന്നും അതുവഴി ഒരു തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ടാവുകയും അതിൻ്റെ ശാഖയായിട്ട് വന്ന 2 വ്യത്യസ്ത വീക്ഷണകോണുകളിൽ വന്ന 2 പേരാണ് MCA നാസർ എന്നും അതേപോലെ ദാവൂദ് എന്നും. അതായത് ഒന്ന് സ്വാഭാവികമായും ആത്മാർത്ഥമായും പേഴ്സണലായിട്ട് സത്യസന്ധമായ വന്നവരും, മറ്റൊന്ന് അതേപോലെ തന്നെ അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ടത് എന്ന രീതിയിലുള്ള വ്യത്യാസം മാത്രമാണ് ഈ ദാവൂദിലും അതേപോലെ MCA നാസറിലുള്ള അഭിപ്രായത്തിലുള്ള വ്യത്യാസം. അതായത് MCA നാസറിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും ആത്മാർത്ഥമായിട്ട് തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. ദാവൂദിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഒരു ലക്ഷ്യം, അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെടേണ്ടതും നശിപ്പിക്കപ്പെടേണ്ടതും കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന സ്ഥാപനവൽക്കരിക്കപ്പെട്ട ബോധം കൊണ്ടാണ് അദ്ദേഹം യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ തന്നെ VSന്റെ ഒരു ചെറിയ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഒരു ചെറിയ ഭാഗത്തിൽ നിന്ന് ഈ മതതീവ്രവാദ ഗ്രൂപ്പുകളെ പൂർണ്ണമായും ഒഴിവാക്കി അത് മുഴുവൻ മുസ്ലിങ്ങളുടെ തലയിലിട്ടിട്ട് അത്രത്തോളം മുസ്ലിം വിരുദ്ധനാണ് എന്ന് വരുത്തി തീർക്കുക എന്നുമാണ് ഞാൻ പറയാൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ അതിന് കാരണമായ അതിനൊക്കെ പശ്ചാത്തലം ഒരുക്കിയത് ഇവരാരുമല്ല, യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തന്നെയാണ്. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു ഭരണഘടനയും അത് മാത്രമല്ല ഈ ഭരണഘടനയിൽ ഒളിച്ച് കടത്തിയ മതമത്സരവും, മതേതരം എന്ന പേര് പറഞ്ഞുകൊണ്ട് മതമത്സരം ആണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണമെന്നും മാത്രമല്ല ഈ മതമത്സരങ്ങൾ തന്നെ പ്രത്യേകിച്ചും ആധുനിക കാലത്ത് മതതീവ്രവാദത്തിനുള്ള ഏറ്റവും വലിയ സൗകര്യം ചെയ്തു കൊടുത്തത്, പ്രത്യേകിച്ച് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം,
ഈ ഉസാമ ബിൻ ലാദൻ്റെയൊക്കെ യഥാർത്ഥ തുടക്കം എങ്ങനെയായിരുന്നു, അവരെ സഹായിച്ചത് ആരായിരുന്നു എന്ന്, അവർക്ക് വേണ്ട എല്ലാ താത്വികമായ ടെക്സ്റ്റ് ബുക്കുകൾ പോലും അച്ചടിച്ച് നൽകിയത് ആരായിരുന്നു എന്ന്. അങ്ങനെ ഉണ്ടായ ഒരു വസ്തു, പക്ഷേ എന്തൊക്കെ പറയുകയാണെങ്കിലും, എത്ര മതതീവ്രവാദത്തിന് അടിമപ്പെട്ട ഒരാളാണെങ്കിലും അവരൊക്കെ തന്നെ ഒരു ദേശ താല്പര്യങ്ങളും അല്ലെങ്കിൽ മനുഷ്യ താല്പര്യങ്ങളും നിലനിൽക്കുന്നവരായതുകൊണ്ട് തന്നെ അവരുടെ ഉദാഹരണമായിട്ട് നമ്മളെ താലിബാനിലൊക്കെ തന്നെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ അവിടെ ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ ആ ദേശസ്നേഹത്തിൻ്റെ ഒരു ദർശനമാണ് മുന്നിട്ട് നിൽക്കുക. അതുവരെ ശരിക്കും കമ്മ്യൂണിസത്തിനെതിരെ എന്നതാണെങ്കിൽ പോലും പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നാട് പരമാവധി സ്വാശ്രിതമായിട്ട് സ്വാശ്രയത്തോടു കൂടി എങ്ങനെ അവസാനത്തെ ആൾക്കും പട്ടിണി മാറാനും അല്ലെങ്കിൽ ജീവിക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുക ആവുമല്ലോ എല്ലാ മനുഷ്യസ്നേഹമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ കമ്മ്യൂണിസത്തെ തകർത്തു എന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അടുത്ത ലക്ഷ്യം അതിനൊക്കെ എതിരായ, പ്രത്യേകിച്ചും അവരുടെ സാമൂഹ്യമായ വികാസത്തിന് എതിരായി നിൽക്കുന്ന ചൂഷകവർഗമായ മുതലാളിത്തവും അല്ലെങ്കിൽ അവരെ അതുവരെ സഹായിച്ച മുതലാളിത്ത ഏജന്റുമാരായ CIA അല്ലെങ്കിൽ അമേരിക്കയും തന്നെയാണ്. അങ്ങനെയാണ് അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പിന്നെ അവരാവുന്നതർത്ഥം. അതായത് നിങ്ങൾ ഈ ചരിത്രം തന്നെ എടുത്ത് നോക്കിയാൽ മതി. ചരിത്രത്തിൽ ഈ മുസ്ലിങ്ങളൊക്കെ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന, ഇപ്പോൾ ഉദാഹരണമായിട്ട് 500 കൊല്ലമായിട്ട് യൂറോപ്യൻ അധിനിവേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടങ്ങിയ അന്ന് മുതൽ തന്നെ അതിന് എതിരായിട്ടൊരു ചെറുത്തുനിൽപ്പ് നടന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ 1-ാം ലോകമഹായുദ്ധം വരെ ആ ചെറുത്തുനിൽപ്പ് ഏറ്റവും മുന്നിൽ നിന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ, 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും അഫ്ഗാനിയെ പോലുള്ള ആൾക്കാരുടെ ഈ സാമ്രാജ്യത്വ വിരുദ്ധ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ വളരെ കൂടുതലായിരുന്നു. അതിൻ്റെയും കൂടിയും ഒരു ഭാഗമാണ് ഇവിടെയുള്ള പിന്നെ ഈ സലഫിസവും മറ്റുള്ളതൊക്കെ തന്നെ. അവരുടെ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് ഉണ്ടായ ഒരു സാധനം. അതിനിടയിൽ കമ്മ്യൂണിസം എന്ന ദുർബോധം എന്നത് കൊട്ടേഷനിലാണ് കേട്ടോ. ദുർബോധം വന്നപ്പോൾ അതിനെതിരാക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞു. പക്ഷേ ഈ കമ്മ്യൂണിസത്തെ തകർത്ത് അവർക്ക് സ്വയം അധികാരം കിട്ടുന്നതോടുകൂടി അവരുടെ ദേശസ്നേഹപരമായ അടിസ്ഥാന മൂല്യങ്ങൾക്കും അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി പൊരുതുന്നവരായി മാറുന്നു. അങ്ങനെ ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് അത് ലോകത്തെ ഏതൊരു രാജ്യത്ത് അവരുടെ മാത്രം
ഞങ്ങളുടെ വിഭവങ്ങളെ കൊണ്ട് ജീവിച്ചോളാം എന്ന് പറയാൻ തുടങ്ങുന്നു, അതോടുകൂടി ഒരു സംശയമില്ലാതെ തന്നെ അമേരിക്കയ്ക്ക് എതിരാവും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള അമേരിക്കയും പഴയ പാശ്ചാത്യരും, ഈ പാശ്ചാത്യരുടെയും അമേരിക്കയുടെയും അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള മുഴുവൻ വിഭവങ്ങളും പല കാരണങ്ങളാൽ പൂർണ്ണമായും കവർന്ന് അതിൻ്റെ മുകളിൽ ജീവിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അത് പാടില്ല എന്നും ഓരോ ജനതക്കും സ്വയം നിർണയിക്കാനും സ്വയം അഭിവൃദ്ധിപ്പെടാനും മറ്റുള്ളവരുടെ സഹായമോ ആശ്രിതത്വമോ ഇല്ലാതെ ജീവിക്കാനും കഴിയുക എന്നുള്ള ഒരു തത്വസംഹിതയിലേക്ക് ഓരോ ദേശസ്നേഹമുള്ള മനുഷ്യരും അവർക്ക് അധികാരം കിട്ടിയാലെങ്കിലും എത്തും. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് നമുക്ക് ഇറാനിലും അതേപോലെ തന്നെ പിന്നെ അഫ്ഗാനിസ്ഥാനിലൊക്കെ കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം കിട്ടുന്നത് വരെ അവരും ശരിയാണ്, ഈ താലിബാനെന്നും മറ്റുള്ളതൊക്കെ പറഞ്ഞിട്ടും മതതീവ്രവാദപരമായ ഒരാശയമായിരുന്നെങ്കിൽ പോലും അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും പുരോഗതിയിലേക്കും അവർക്കും അവരുടെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വയം വികസിക്കാനും അവരുടെ പട്ടിണി മാറ്റാനും ഉള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതാണിപ്പോൾ നമ്മൾ ഖൊമേനിയുടെ ഇറാനിലെ അവസ്ഥ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ അവിടെയുള്ള ജനങ്ങളുടെ പൊതുവായ ധാരണയിൽ നിന്ന് അവരുടെ പഴയ സംസ്കാരത്തിൽ നിന്ന് മെല്ലെ 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 അവർക്ക് തോന്നുമ്പോൾ അവർ മാറുക എന്നുള്ളതാണ് വേണ്ടത്. അതല്ലാതെ അവരുടെ പിന്നെ സ്ത്രീകൾ അവരെ അടിച്ചമർത്തുകയാണ്, സ്ത്രീകൾ അവരെ മുഖം മൂടി ഇട്ടുന്നു, സ്ത്രീകൾക്ക് അവിടെ എല്ലാം ശരിയാണ്, അതില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവർക്ക് ഈ സ്ത്രീകൾ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റിസോഴ്സസ് ആണെന്നും സ്ത്രീ നന്നായാൽ ആ ലോകം മുഴുവൻ നന്നാവുമെന്നും അവരും കൂടെ നമ്മളെ കൂടെ തോളോട് തോൾ ചേർന്ന് സാമൂഹ്യ വികാസത്തിന് പങ്കാളികളാവുകയാണെങ്കിൽ നമുക്ക് ഇരട്ടിയിൽ കൂടുതലോ വികാസം കഴിയുമെന്നും നാം മനസ്സിലാക്കുന്നതോടുകൂടി സ്ത്രീകൾ സ്വതന്ത്രരായി കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇങ്ങനെ മുഖം മൂടി ധരിച്ചുകൊണ്ട് നടക്കുന്ന അങ്ങനെ ഈ മുഖം മൂടി ധരിച്ചിട്ട് ഒരു സാർത്ഥകമായ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ മാറ്റട്ടെ. അതുവരെ ഈ സ്ത്രീകളുടെ അടിച്ചമർത്തലും ഇതൊന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ ജാതീയ കാര്യങ്ങൾ പറഞ്ഞിട്ട് സാമ്രാജ്യത്വത്തിൻ്റെ ചൂഷണം അംഗീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അശാസ്ത്രീയമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നും മാത്രമല്ല അങ്ങനെയുള്ള ഒരു ഗൂഢാലോചനയുടെ, അതായത് ഒരിക്കലും ഈ ജനാധിപത്യം ലഭിച്ചു എന്ന് പറയുന്ന സ്വതന്ത്രമായ രാജ്യങ്ങളിലൊന്നും തന്നെ അവരവരുടെ കാര്യം ഒരിക്കലും റിസോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ പറ്റുന്ന രീതിയിൽ പ്രശ്നരഹിതമായി ഇരിക്കാൻ പാടില്ല എന്ന സാമ്രാജ്യത്വ ഗൂഢാലോചന അല്ലെങ്കിൽ യൂറോപ്യൻ ചതി, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഭരണഘടനയിലൂടെ അവരുറപ്പുവരുത്തിയത്. അതുവഴി ഇന്ത്യയിലെ മതവിശ്വാസം ഈ മൗലികാവകാശങ്ങൾ എന്നുള്ളത് അത്യാവശ്യമാണ്. പക്ഷേ എന്താണ് മൗലികാവകാശങ്ങൾ? മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ
യഥാർത്ഥത്തിൽ ജീവിക്കാനുള്ള അവകാശമാണ്. ജീവിക്കാൻ മൗലികമായിട്ടുള്ള ആവശ്യം എന്തൊക്കെയാണ്? ശരിക്കും പറഞ്ഞാൽ ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, വിശ്രമം, പിന്നെ തൊഴിലെടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം. ഇതൊക്കെയല്ലേ ആവശ്യം. അതിന് പകരം യഥാർത്ഥത്തിൽ നമ്മളെ മൗലികാവകാശം എന്താ? അത് ശരിക്കും പറഞ്ഞാൽ മൗലികമായ അവകാശങ്ങൾ അത് കമ്പൽസറി അല്ലെങ്കിലും ഓപ്ഷണലായിട്ട് ആവശ്യമുള്ളതാണ്. ഒരു ജനാധിപത്യ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പൗരന് ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കാം എന്ത്? സ്വത്തവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതേപോലെ മതസ്വാതന്ത്ര്യം. അതും വിരോധമില്ല, അതും ഒരു പരിധി വരെ ആകാവുന്നതാണ്. പക്ഷേ പരിധികൾ നിശ്ചയിച്ചുകൊണ്ട് സ്വത്ത് അവകാശമാവാം, പക്ഷെ പരിധി നിശ്ചയിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യമാവാം, പരിധി നിശ്ചയിക്കണം. അതേപോലെ മതസ്വാതന്ത്ര്യമാവാം, പരിധി നിശ്ചയിക്കണം. അത് മറ്റുള്ള മതങ്ങളെ നിഷ്കാസനം ചെയ്യാനോ മറ്റുള്ള മതങ്ങളെ ഒക്കെ തകർക്കാനോ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മതത്തിന് ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര സമൂഹത്തിൽ സ്ഥാനമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അത് ഇതുവരെയൊക്കെ ആവാവുന്നതാണ്. എന്ത്? ഓപ്ഷണലായിട്ടുള്ള മൗലികാവകാശമായിട്ട് ഇങ്ങനെയുള്ളത് അതായത് അത്യാവശ്യമായതല്ല, അത്യാവശ്യമായതും അനിവാര്യമായതും ഒഴിച്ചുകൂടാൻ പറ്റാത്തതുമായ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞത് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അതില്ലെങ്കിൽ സമൂഹത്തിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥകൾ, അതായത് ശുദ്ധവായു, ഇല്ലേ? അതെല്ലാവർക്കും ആവശ്യമാണ്. അതിൻ്റെ അവകാശം, ശുദ്ധജലം, അതും എല്ലാവർക്കും ആവശ്യമാണ്, ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയും. അതേപോലെ ഭക്ഷണം. ഇങ്ങനെ പിന്നീട് അപ്പോൾ ഇങ്ങനെയുള്ളത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ് വിനോദം, വിശ്രമം, അതേപോലെ തന്നെ ജോലിയാണെങ്കിൽ ജോലിക്കുള്ള വിദ്യാഭ്യാസം. അപ്പോൾ 2-3 തലത്തിൽ മൗലിക അവകാശങ്ങളുണ്ട്. ഓരോ രാജ്യവും ഓരോ സമൂഹവും പുരോഗമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മൗലിക അവകാശങ്ങൾ വിപുലപ്പെടുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും തൊഴിലും എല്ലാവർക്കും വിദ്യാഭ്യാസവും കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് മറ്റുള്ള ഈ അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, സ്വത്തവകാശം വേണം, അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യം വേണം. അതിനും യാതൊരു സംശയമല്ല. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഇങ്ങനെ ബുദ്ധിപരമായി അടക്കി വെക്കാൻ കഴിയുന്ന വസ്തുക്കളല്ല. അവർക്ക് അവരുടേതായ, പക്ഷെ അതിനൊക്കെ തന്നെ കൃത്യമായ അതിരുകൾ വെച്ചിട്ടായിരിക്കണം എന്ന് മാത്രം. സ്വത്തവകാശം വേണം ചേട്ടിട്ട് ലോകം മുഴുക്കുള്ള സ്വത്ത് എനിക്ക് ആവണമെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം വേണം എന്ന് വെച്ചാൽ എന്ത് വൃത്തികേടും തൻ്റെ എതിരാളികളെ കുറിച്ചിട്ട് പറയാമെന്നുള്ളത് പറ്റുമോ? പറ്റില്ല. അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യം എന്നുള്ളത് അത്യാവശ്യമാണ്. അത് അയാൾക്ക് ചെയ്യാൻ ഒരു വിരോധമില്ല. പക്ഷേ മറ്റുള്ള മതങ്ങളെ കൊല്ലണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് ജനാധിപത്യ രീതിയിൽ, ജനാധിപത്യ സമൂഹത്തിൽ അപ്രായോഗികമോ അല്ലെങ്കിൽ നിഷേധിക്കേണ്ടതുമാണ്, അല്ലെങ്കിൽ ഈ നിഷ്കാസനം ചെയ്യേണ്ടതുമാണ്. അപ്പോൾ എല്ലാ മതങ്ങൾ ഈ നേരെ മറിച്ച് അടുത്ത വേഷങ്ങളാണ് ശരിക്കും കൗശലപൂർവം വെള്ളക്കാരൻ നമ്മൾ തിരികെ കയറ്റിയത്. അതാണെന്ത്? മതപരിവർത്തന സ്വാതന്ത്ര്യം. മതപരിവർത്തനം എന്നല്ല പറയാൻ,
പ്രൊപ്പഗേറ്റ് ചെയ്യാനല്ല, അല്ലെങ്കിൽ മതത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനല്ല. അത് സാമൂഹ്യമായൊരു ഈ മതം എന്നത് ഒരു പേഴ്സണൽ ഫാക്ടർ എന്നതിൽ നിന്ന് മാറി സാമൂഹ്യ വസ്തു ആകുന്നതോടുകൂടിയാണ് ഈ മതത്തിന് ഈ മത പ്രചാരണ സ്വാതന്ത്ര്യം എന്നതിൻ്റെ ആവശ്യം. അത് വളരെ 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 ശ്രദ്ധയോടുകൂടി ആധുനിക സമൂഹം കണ്ടതാണ്. അതിൻ്റെ അജണ്ട എന്താണെന്ന് പൂർണ്ണമായിട്ടും പരിശോധിച്ച് അതിൽ സാമൂഹ്യ വിരുദ്ധമായതോ മനുഷ്യവിരുദ്ധമായതോ ശാസ്ത്രവിരുദ്ധമായതോ ലിംഗവിരുദ്ധമായതോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യാനേ പാടില്ല. ഏതുപോലെ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതേപോലെ മതങ്ങൾക്ക് ഒരു പൊതു മാനദണ്ഡം വെച്ചിട്ട് ഇന്നത്തെ സമൂഹത്തിൻ്റെ സാമൂഹ്യ ഘടനയും ധാർമ്മിക ബോധവും ആധുനിക കാലത്തെ സാമൂഹ്യ ധാർമ്മിക ശാസ്ത്രീയ ബോധത്തിനനുസരിച്ച് അതിൻ്റെ അതിർവരമ്പുകൾക്ക് നിൽക്കുന്ന മതങ്ങളെ നമ്മൾ പൂർണ്ണമായും പ്രോത്സാഹിപ്പിക്കണം. അതല്ലാത്ത മതങ്ങളെ ഇവിടെ അനുവദിക്കാനും പാടില്ല എന്നുള്ള നിലയിൽ പിന്നീട്, അതായത് മതത്തെ സാമൂഹ്യവൽക്കരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുകയും മാത്രമല്ല ഈ സ്ഥാപനവൽക്കരണം എന്നത് പരമാവധി ഒഴിവാക്കണം. നേരെ മറിച്ച് നമ്മളെ ഭരണഘടനയിൽ ഇതൊക്കെ തന്നെ വെള്ളക്കാരൻ കൂട്ടിച്ചേർത്ത് വെള്ളക്കാരൻ ഒളിച്ചു കടത്തിയിരിക്കും. അത് മനസ്സിലാക്കാനുള്ള ബോധം, പ്രത്യേകിച്ച് മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തപ്പെട്ട, ഇപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ട് മസ്തിഷ്ക പ്രാക്ഷാളനം നടത്തപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ഒരംഗത്തിന് പോലും ചൂണ്ടിക്കാണിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നത് നമ്മുടെ എങ്ങനെ മനുഷ്യൻ കൺഫർമിസ്റ്റുകളാണെന്നും മുൻപേ പോകുന്ന ഗോക്കളുടെ പിൻപേ പോകുന്ന ഗോക്കളാകുന്ന പോലെ ഒരു ഉറുമ്പിൻ്റെ പിന്നാലെ മറ്റു ഉറുമ്പുകൾ അതിൻ്റെ മൂട് നോക്കി പോകുന്നത് പോലെ മനുഷ്യനും അങ്ങനെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മളെ ഭരണഘടനയും ഭരണഘടനയുടെ ചർച്ചകളും എന്ന് നമുക്ക് മനസ്സിലാവും. അവിടെ ഒരിക്കലും നമ്മളെ മൗലികമായ മനുഷ്യൻ്റെ ആവശ്യമായ വസ്തുക്കളൊന്നും ചർച്ച ചെയ്തില്ല. ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, ഇതൊന്നും ചർച്ച ചെയ്യാതെ ചർച്ച ചെയ്ത കാര്യങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അവിടെ നേടിയെടുത്ത എന്തൊക്കെയാണ്? മതസ്വാതന്ത്ര്യം, മതപരിവർത്തന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മതപ്രചാരണ സ്വാതന്ത്ര്യം. പിന്നെ മതപ്രചാരണ സ്വാതന്ത്ര്യം അതോടുകൂടി തന്നെ മതമത്സര രാഷ്ട്രമായിട്ട് മാറുക. മതേതര രാഷ്ട്രമല്ല ഇത്, മതമത്സര രാഷ്ട്രമാണ്. മതമത്സര രാഷ്ട്രമാണെങ്കിൽ യാതൊരു സംശയമല്ല ഇതൊക്കെ നടക്കും. അതായത് ഈ മതത്തിൻ്റെ ആൾക്കാർക്ക് പുറമെ നിന്ന് ഇവിടെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ അവിടുന്ന് പണം പിരിച്ചും കൊണ്ട് കണ്ടിട്ടില്ലേ? യൂറോപ്പിൽ നിന്നും വെസ്റ്റേൺ രാജ്യങ്ങളിൽ നിന്നും പണം പിരിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഇവിടെയുള്ള പല മതങ്ങളും ഈ രാജ്യത്തെ പിന്നെ ഈ ചികിത്സയുടെ കാര്യം പറഞ്ഞിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ മനുഷ്യരെ സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞിട്ടും സഹായിക്കുന്ന കാര്യം പറഞ്ഞിട്ടും ഇവരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ ഈ ഛത്തീസ്ഗഡിലും മറ്റൊക്കെ നടക്കുന്നത്. അവിടെയുള്ള കാശ് കൊണ്ടല്ല, ഇവിടെ നിന്ന് പൈസ പിരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട്, ലോകത്ത് മുഴുവൻ പൈസ പിരിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഓരോരുത്തരെ പിടിച്ചിട്ട് കുറുക്കൻ കോഴികളെ പിടിക്കുന്ന മാതിരി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ
അവിടെയുള്ള മനുഷ്യർക്ക് ഇവരെ കാണുമ്പോൾ ഭയമാണ്. ആ ഭയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ ഭയം കൊണ്ട് മാത്രമാണ് ഈ മനുഷ്യത്വരഹിതമായ RSSന്റെ അജണ്ടക്ക് പിന്നിൽ ഇവിടെയുള്ള സാധാരണ സമൂഹം, ഇന്ത്യയിലുള്ള സാധാരണ ഹിന്ദുക്കൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കാനുള്ള കാരണം അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇവരോടുള്ള ഭയം കൊണ്ടാണ്. അതൊരിക്കലും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരിക്കലും അങ്ങനെ ഒരു മതവിദ്വേഷത്തിൻ്റെയോ മതവിശ്വാസത്തിൻ്റെ ചരിത്രമില്ല. എന്തുകൊണ്ടത് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇങ്ങനെ നമ്മളെ ഭരണഘടന വഴി, അതിൻ്റെ മുമ്പ് അവർ നേരിട്ട് ഭരിച്ചു, അതിനുശേഷം അവർക്ക് തേരോടാൻ ഈ ലോകം, ഈ ഇന്ത്യ രാജ്യം തുറന്നു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കാശ് പിരിച്ചെടുത്ത് അതുകൊണ്ട് അവിടെയുള്ള ദയനീയാവസ്ഥയെ, അവിടെ ദയനീയാവസ്ഥയാണ് ജാതി ബോധം, അതേപോലെ ദാരിദ്ര്യം, അതേപോലെ സ്വത്തവകാശം ഇല്ലായ്ക, ഭൂമി ഇല്ലായ്ക, ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ അവർക്ക് കൊണ്ടിട്ട് ചില അപ്പക്കഷ്ണങ്ങൾ കൊടുത്ത് അവരെ മതം മാറ്റുമ്പോൾ ഈ പണ്ടത്തെ വളരെ പരമ്പരാഗതമായിട്ട് ജീവിക്കുന്ന സമൂഹത്തിൽ അവർ ഹിന്ദുക്കളാണെന്നും കൂടി പറയാൻ കഴിയുമെന്നറിയില്ല. ഹിന്ദു എന്നുള്ള വാക്കൊക്കെ തന്നെ പടുത്തുണ്ടായത്. അവരുടെ സംസ്കാരത്തിന് തകർക്കുന്ന, അവരുടെ മക്കളെ വല വീശി പിടിക്കുന്ന അവരോട് ഇവർക്ക് വെറുപ്പുണ്ടാവില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള മതവിദ്വേഷത്തിന് കാരണം എന്താണെന്നും അത് അടിസ്ഥാനപരമായി അതിനുള്ള സാമൂഹ്യമായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെ ഇല്ലാതാക്കാമെന്നും വളരെ വിപുലമായ സുപ്രീം കോടതി ജഡ്ജിമാർ, വലിയ സാഹിത്യകാരന്മാരടക്കമുള്ള ഒരു വിപുലമായ ഒരു കമ്മീഷനെ വെച്ചിട്ട് അവരുടെ കണ്ടെത്തലുകൾ അത് എങ്ങനെയൊക്കെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ചിട്ട് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ. മാത്രമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭരണഘടനയിലെ എന്തൊക്കെ വകുപ്പുകൾ ഈ മതവിദ്വേഷത്തിനും നമ്മളെ തമ്മിലടിക്കും, ഈ സോഷ്യൽ ഡിസിൻറ്റഗ്രേഷനും കാരണമാണ് എന്ന് ചൂണ്ടിക്കാണിക്കണം എന്നതുപോലും അതിലൊരു ടേംസ് ഓഫ് റെഫറൻസ് ആക്കി വെക്കണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്തായാലും ഇത് എങ്ങനെയാണ് അതിൻ്റെ പ്രഭാവങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ദാവൂദും MCA നാസറും വരുന്നത്. ദാവൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ മതപരിവർത്തനം അല്ലെങ്കിൽ മതവിദ്വേഷം അല്ലെങ്കിൽ മതതീവ്രവാദം സ്ഥാപനവൽക്കരിക്കപ്പെട്ടതോടുകൂടി എതിരാളികളെ നശിപ്പിക്കാൻ എന്ത് കളവും എന്ത് അസത്യവും പുലമ്പുന്നത് ധാർമ്മികതയാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ, കാരണം അയാൾക്ക് സ്വർഗം കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളും, നേരെ മറിച്ച് MCA നാസറിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി സത്യസന്ധത, നീതി, ധാർമ്മികത എന്നതൊക്കെ നേരിട്ട് അതാണ് പ്രാധാന്യമെന്നും ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട് നമ്മൾ ലക്ഷ്യവിരുദ്ധ ഫലനിർമ്മിതിക്ക് പോകേണ്ടതില്ല എന്നും വിശ്വസിക്കുന്ന രണ്ട് തരം ചിന്താധാരകളാണുള്ളത്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, അതായത്
MCA നാസറിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള വിഭാഗങ്ങളും അതേപോലെ ദാവൂദിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതുവഴി ഉണ്ടാകുന്ന വികാസങ്ങളും നമുക്ക് കാണാം, കണ്ടു മനസ്സിലാക്കാം. എന്തായാലും നിരീക്ഷിക്കുന്നത് രസകരമാണ് എന്ന് അഭിപ്രായമുണ്ട്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.